ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇത് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നമ്മുടെ പുതിയ നമ്മളിന്ന് തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കാണിച്ചു തരാം ഗൈസ്, ഞങ്ങൾ കാണിച്ചു തരാം. ബാക്കാണെങ്കിൽ നമുക്ക് വീഡിയോ ഉണ്ട് കേട്ടോ, ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, കാണിച്ചു തരാം. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് ഗൈസ്. എങ്ങനെ ഉണ്ടെന്നോട് പറയാനേ. അപ്പോൾ ഇവന്ന ചുള്ളിയൊക്കെ പറിച്ചുകൊണ്ട് വരികയാണ്. അവിടെ തൊട്ട് മീനത്താണ് കേട്ടോ ഗൈസ്. മാഗിയാണ് ഉണ്ടാക്കുന്നത്. ചുള്ളിയൊക്കെ റെഡി ആക്കിയിട്ട് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ കത്തിക്കാൻ പോവുകയാണേ. കാറ്റുണ്ട്, നീ വീഡിയോ എടുക്കും. ഗൈസ്, കത്തിച്ചിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളിതൊക്കെ കത്തി ഭയങ്കര പുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ തിളച്ചിട്ട് നമുക്ക് ഇടുന്നതാണ്. ഓക്കെ ഗൈസ്, തീയൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട്. അതായത് തിളച്ചിട്ട് അപ്പോൾ ഗൈസ് നല്ല പുകയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം തിളച്ച് വന്നിട്ട് നമുക്ക് മാഗി ഇടുന്നതൊക്കെ കാണിക്കാം. നല്ല പാടുണ്ട്, ഞങ്ങൾ വീടൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വെച്ച് കത്തിക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര തീപ്പെട്ടി അമ്മൂമ്മയുടെ പിടിക്കുന്നില്ല ഗൈസ്. അത് കത്തിപ്പിടിക്കുന്നത് നമുക്ക് കത്തിക്കണം. ഹലോ ഗൈസ്, നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ചൂട് ഗൈസ്. ചൂടല്ല, നമ്മുടെ പുക നമ്മൾ കത്തിക്കാൻ പറ്റുന്നില്ല. പുക കണ്ണിലോട്ടൊക്കെ പറക്കുന്നത്. അപ്പം നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്ത് നമ്മളിതിനകത്ത് ഉണ്ടാക്കണേ. കാണിച്ച് നമ്മൾ കുറച്ച് ചെറുതായിട്ട് അവിടെ ഇച്ചിരി ആയുള്ളൂ. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊക്കെ ആയി, പക്ഷേ ഇത് അങ്ങോട്ടായില്ല. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് മസാല പിന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് മസാല ഒക്കെ ഇടണം. അതുപോലെ മുന്തിരിങ്ങയൊക്കെ തിന്നോണ്ടിരിക്കുന്നുണ്ട്. ഇല്ല ഗൈസ്, ഞങ്ങൾ എപ്പോഴും തൊട്ട് ഉണ്ടാക്കാനായിട്ട് പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ഇവന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഗൈസ്. ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. നമുക്ക് ഈ തിളക്കട്ടെ, നമുക്ക് മസാല ഇതാ. മുന്തിരിയൊക്കെ തിന്നുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി ആവുമെന്ന് അറിയത്തില്ല. ആവുകയാണെങ്കിൽ പിന്നെ, ഇല്ലെങ്കിൽ മുന്തിരിങ്ങ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഗൈസ് ഇത് അഴുക്കല്ല കേട്ടോ ഗൈസ് പാത്രത്തിൽ. ഇതാണെങ്കിൽ നമ്മുടെ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൽ ഒരു കറ കൂട്ടുന്നില്ല. അതാണ് ഇങ്ങോട്ട് കണ്ടിട്ടൊക്കെ നമുക്ക് രണ്ടെണ്ണം പൊടിച്ചില്ല. ഓക്കെ, ഇത് മാഗിയാണ് ഗൈസ്, പണ്ട് തൊട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ചൂടായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയത്തില്ല. 2 മിനിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും മാഗി റെഡി ആയിട്ടില്ല. 5 മിനിറ്റ്സ് 5 മിനിറ്റ് എടുക്കും. നിങ്ങൾക്കൊക്കെ 2 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണും. പണ്ട് നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാക്കുമായിരുന്നേ.
വർഷം മുന്നേ, പണ്ടൊന്നുമല്ല, 1 വർഷം മുന്നേ. അങ്ങനെ ഇത്ര പണ്ടെന്ന് പറയാൻ നമുക്കിനി എല്ലാ സർവീസിയാണ് നമ്മൾ പുറത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ പാത്രമൊക്കെ കൊണ്ടാ പോയത്. പക്ഷേ ഒന്നും നടക്കാതെ മാറ്റല്ല, കണ്ണൊക്കെ എരിച്ച് ചത്തുപോയി. ഒരരിച്ചാണ് ഗൈസ്. സമ്മതിക്കണം, ഈ അടുപ്പിലൊക്കെ കത്തിക്കുന്നവരെ ഞങ്ങളങ്ങ് ഇതാക്കി. നമുക്ക് ഒന്നും അറിയണ്ട. ഇവിടുത്തെ അമ്മൂമ്മയും എല്ലാവരും. ഓക്കെ, നമുക്കിനി കാണിക്കാം. മാഗി നമുക്കിനി മണിക്ക് കുറച്ച് സൂപ്പിയായിട്ട് ഇതൊക്കെയാണ് ഇഷ്ടം. നമുക്കിനി സെർവ് ചെയ്തിട്ടാണ് അവ പുറത്ത് വരുന്നത്. നമ്മുടെ മാഗി റെഡി. നമ്മളിവിടെ ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഈ പോകുന്നു അപ്പുറത്ത് പൂപ്പൻ്റെ വീട്ടിൽ എടുക്കുന്നത് തന്നെ എന്ന് വെച്ചാൽ ഇത് കാട്ടിലൊക്കെ കഴിക്കുന്ന എന്ത് രസമാണ് അല്ലേ. കാല് വരെ പൊള്ളില്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഞങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ കുറേ ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ക്ലേ വെച്ചുണ്ടാക്കിയത് ചെയ്യാം. ക്ലേ ഉടനെ വരുന്നുണ്ട്. ക്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് ഈ കുഴൽക്കിണർ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. പക്ഷെ കുറച്ച് ക്ലേ അത് കാണിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നേ ഉണ്ട്, അത് ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാം. ഈ വേസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവരും ഞാനും ഉണ്ടാക്കിയതാണ്. ഇനി ഇതിൽ കുറച്ച് താമര ക്ലേ വെച്ച് ഉണക്കി നമ്മൾ പെയിന്റ് അടിച്ചിട്ടു. നല്ല രസമുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ളൊരു ക്ലേ ആണ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമുക്ക് പിന്നെ വീണ്ടും അകത്തൊക്കെ ഡെക്കോറായിട്ടൊക്കെ വെക്കാം. ഇത് ഞങ്ങൾ തെറ്റിന് അത് ചൂടുണ്ട്, തിന്നാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളുടെ ഇത്? ഞങ്ങൾ രണ്ടും ഉണ്ടാക്കിയത്. എൻ്റെ അമ്മയും കൂടി. ഇവൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഈ നെയ്ത് സംഭവം ഓല കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ചൂടുണ്ട്.
സൂക്ഷിക്കാണ് നോക്കി നിൽക്കണം അല്ലേ. പിന്നെ റഞ്ചിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പട്ടികളൊക്കെ വന്ന് അടിച്ചത് കൊടുത്തു. പിന്നെ കളർ കോഴികൾ ഉണ്ടായിരുന്നു ഗൈസ്, 16 എണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്നിട്ട് 3 എണ്ണേ ഉള്ളൂ. പക്ഷേ അത് വലുതായി. എന്നിട്ട് പക്ഷേ അപ്പോൾ ഫുള്ളൂടെ വെള്ള കളറായിട്ടുണ്ട്. അപ്പോൾ അതിനെ അയച്ചുവിടാം. 3 കോഴിയാണ് ഉള്ളത്. പിന്നെ കുറച്ച് വലിയ കോഴി നമ്മൾ വിരിയിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ വിരിഞ്ഞത് നമ്മുടെ വീട്ടിൽ തന്നെ വിരിയിപ്പിച്ചായിരുന്നു. ഒരാഴ്ച പോലും ആയില്ല. അത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾ. വേസ്റ്റാണ്. കുറേ കുഞ്ഞുങ്ങളുണ്ട് പറഞ്ഞു. ഓട് വേസ്റ്റ് ഞാനൊരു ക്ലിപ്പ് ഇതിലൂടെ ആഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു വീഡിയോ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ അയച്ചു വിട്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ളത് കാണിച്ചു തരാവേ. പക്ഷെ ഇതെല്ലാം ഇപ്പം വലുതായി. 3 എണ്ണം കാണിച്ചത് ഇച്ചിരി വലുതായിട്ടുണ്ട്. ചാടി വരുമെല്ലാം കൂടെ. ഞാനവിടെ കളർ കോഴികൾ ഇവിടുത്തെ വലിയ കോഴിയാണ്. ഇത് നമ്മൾ വിരിയിപ്പിച്ച കോഴികളെ വലുതാണ്. കറുത്ത കളറാണ്. ഗൈസ് മുട്ട ഉണ്ടോ നോക്കാം. ഒരെണ്ണം ഉണ്ട്. ഒരു മുട്ട ഇരിപ്പുണ്ട് ഗൈസ്. ഒരു മുട്ടയുണ്ട് ഗൈസ്. ഒരു കുഞ്ഞി ചക്കൾ മണ്ടയ്ക്കോട്ടൊക്കെ ഒരുപാടുണ്ടെന്ന് തന്നെ കാണിച്ചിട്ട് ഒരുപാട് ചക്കളൊക്കെ ചക്കയൊക്കെ പൊളിക്കുന്ന വീഡിയോ ഉടനെ വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതാണ് കമ്പനി നാരങ്ങ. നിങ്ങളുടെ എത്ര പേരെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാടുണ്ട്. ഇത് കഴിക്കുന്ന വീഡിയോ വേണമെങ്കിൽ നമ്മൾ നാളെ ഇപ്പം ഞാൻ കഴിക്കും. അപ്പോൾ നമ്മുടെ കമ്പനി നാരങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊളിച്ചിട്ട് കണ്ടിന്യൂസ് വെള്ള കളറുകളുണ്ട്, റെഡ് കളറുണ്ട്. അപ്പം നമുക്ക് ഇന്നുള്ളത് പക്ഷേ വെള്ള കളർ കിട്ടുന്നത് അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ പോകാൻ കമ്പനി നാരങ്ങ മുളകുണ്ട്. നമുക്ക് കമ്പനി നാരങ്ങ നമുക്ക് മുറിക്കാവേ. ഞങ്ങളിങ്ങനെയാണ് ഇത് മുറിക്കുന്നത്. കറക്റ്റ് ഒരു പരിവായ നിറത്തിൽ നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്കിത് കട്ട് ചെയ്യാം. കുറച്ചധികം പോയി കുഴപ്പമില്ല. നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം. റൗണ്ട് കട്ട് ചെയ്ത് ഈ ഉപ്പും മുളകിട്ട് നമ്മുടെ മാങ്ങയുടെ കൂട്ടത്തിലാണ് ടേസ്റ്റാണ്. മാങ്ങയുടെ കൂട്ടല്ല, മാങ്ങയുടെ അത്ര ഇതില്ല. മാങ്ങയുടെ കൂട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ നാരങ്ങ, കമ്പനി നാരങ്ങ അല്ലേ നമ്മളതിന് പറയുന്നത്. നല്ല ടേസ്റ്റ്. നമ്മുടെ അച്ചാമ്മ ഒരുപാടുണ്ട്. ഒരുപാട് പേര് കൊണ്ടുപോകാറുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടായി നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്.
ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യുന്നതിനകത്ത് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് കഴിക്കാം. നമ്മളിനി കട്ട് ചെയ്യണേ. ഒരുപാട് ഇതുണ്ട്. ഗായ്സ് ഇതാണ് നമുക്ക് കുറച്ച് ഇടാതെ നിൽക്കാം. ഉപ്പും മുളകിനകത്ത് അങ്ങനല്ലേ ചേച്ചി? ഇവൻ്റെ മാമൻ അവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അവൻ്റെ മാമനോട് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവൻ്റെ സ്റ്റൈലൊക്കെ കണ്ട ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എങ്കിലിടുന്നത്. നോക്കൂ നമ്മുടെ സ്റ്റൈലാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ സ്റ്റൈല്? ഓക്കെ നമുക്കിനി കഴിക്കാം. കുഴപ്പമില്ല ചേച്ചി, ഇതും കൂടെ കിട്ടേര്, എന്തായാലും എടുത്തേല്ലേ. കഴിക്കാം. നമ്മളെ കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ കഴിക്കാം. കോഴികളൊക്കെ ഇവിടെ നിൽക്കൊണ്ട് ഭയങ്കര അടിയാണ്. അങ്ങനെ നമ്മൾ വന്നില്ല കളർ കോഴികൾ കഴിക്കുന്നവൻ. പിന്നെ ഇവിടെ കൈസ് ഒരുപാട് ചക്കയുണ്ട്. നമ്മുടെ അയ്യമ്പത്തെ ചക്കള ഇതാ എടുത്തിറങ്ങി. ഇവിടെ ഒരുപാട് പന്നികളുടെയൊക്കെ ശല്യമുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഇവിടെ വന്നാൽ ഈ പന്നികൾ കൂടുതൽ കഴിക്കാറേ, കൂടുതലൊന്ന് കഴിക്കുന്നതൊക്കെ ഇവിടെ വന്നാൽ ഇവിടെ ചക്ക ഇവിടെ മരത്തിൽ നിന്നങ്ങ് വീഴും. പക്ഷെ അഡ്വെഞ്ചർ. പിന്നെ നമ്മളെന്താണ് ഗൈസ്, ഇതൊക്കെയാണ് നമ്മളുടെ ഗൈസ് സീസൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നെസ്റ്റു സാധനം? എന്തേ ഗൈസ്, ഇത് പണ്ടൊക്കെ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ദേഹത്തൊക്കെ വെച്ച് ഉരയ്ക്കുന്ന, ചൂടാക്കിയിട്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടോ ഗൈസ്? ഇതൊക്കെ നമ്മുടെ റബ്ബറിൻ്റെ കായാണ്. നമ്മുടെ റബ്ബർ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെ ഇല്ല. ഈ ഒരു മരം റബ്ബറാണ്, അതിനകത്തുനിന്ന് വീണാന്ന് ഇതോലാവും ഗൈസ്. അവിടെ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ വല്ലവരും മതിലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറുന്ന ഇറങ്ങിങ്ങോട്ട്. അപ്പുറത്തെ വീടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഗൈസിനോ കോഴിയൊക്കെ ഏറ്റായിട്ട് ഓടിക്കാണ്. കോഴിയെ ഓടിക്കാൻ ഗൈസ്. ഇവിടെ മറിഞ്ഞിരിച്ച് മൂടിയൊക്കെ ചെയ്തേ. Guys, നമ്മൾ ഇങ്ങനെ കുളിപ്പിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇങ്ങനെയാണ് ഞാനാക്കി തരാം. ഇങ്ങനെ വേണ്ട വെള്ളം. ഗൈസ്, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും വെള്ളം എടുത്ത് ദേഹത്തിന് ഒഴിച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ പോകുന്നത് ഗൈസ്. അല്ലേ ഞങ്ങൾ രണ്ടുണ്ട്. ഇനിയിപ്പം വീഡിയോ എടുക്കാൻ ഞാൻ എൻ്റെ ഉണ്ട് ഗൈസ്. ഇത് പക്ഷെ റംബൂട്ടാണ് ഗൈസ്, ഇതുവരെ കിളിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, ഇനി ഇവൻ്റെ അമ്മയുടെ നിന്ന് കാച്ചു കിട്ടുമ്പോൾ നമുക്കറിയത്തില്ല. വെള്ളം ഒഴിക്കാണ്. ഇവിടെ പയറുണ്ട്, ഇവിടെ പോച്ചയാണ്.
ഒഴിച്ചുകൊണ്ട് പോവുക ഇവിടെ. ആണ് അവൻ ആദ്യം കുളിച്ച് നിൽക്കുകയാണ്, എന്നിട്ടാണ് അവൻ വെള്ളം ഒഴിക്കുന്നത്. ഞാൻ നന്നിട്ട് അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈകുന്നേരം. ചുമ്മാ ഇത് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, പിന്നെ ഇരിക്കുക, പിന്നെ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്നത്തെ ഒരു രാവിലെ വൈകുന്നേരം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ ഗായ്സ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം.